ഗവൺമെൻറ് ഹെൽത്ത് സർവീസസിൽ ഏകദേശം 30 വർഷത്തോളം ജോലി ചെയ്ത ആളെന്ന നിലയ്ക്കും അതിൽ ഏകദേശം 17-18 വർഷത്തോളം ഒരു ഗൈനക്കോളജിസ്റ്റായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത ആൾ എന്ന നിലയ്ക്കും ഏകദേശം 10-20,000-ഓളം പ്രസവങ്ങൾ എൻ്റെ ചുമതലയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആശുപത്രികളിൽ നടത്തപ്പെട്ടു എന്ന നിലയ്ക്കും ജനങ്ങളോടും പ്രിയ സഹപ്രവർത്തകരോടും എനിക്കൊരു ഗൗരവമായ അഭ്യർത്ഥനയുണ്ട്. കേരളയിലെ പ്രസവ വിദഗ്ധർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതീവ ആശങ്കാജനകവും വിചിത്രവുമായ ഒരു സാഹചര്യമാണ് നേരിടുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൽ രാജ്യത്തിലെ ഏറ്റവും കുറഞ്ഞ മാതൃദുരന്ത നിരക്കുകളിൽ ഒന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഏകദേശം 30ആണ്. 1,00,000 പ്രസവത്തിൽ 30. ഇത് യാദൃച്ഛികമായി ഉണ്ടായ നേട്ടമല്ല. പതിറ്റാണ്ടുകളായി പ്രസവ വിദഗ്ധർ, നഴ്സുമാർ, മിഡ്വൈഫുകൾ, പൊതുജനങ്ങൾ എന്നിവരുടെ ആത്മാർത്ഥതയും ശിസ്തബന്ധവും സമർപ്പിതമായ പ്രവർത്തന ഫലമാണ് ഇത്. എന്നാൽ ദുഃഖകരമായി ഈ വിജയം ഇന്ന് തിരിച്ചെന്ന് തോന്നുന്നു. മരണനിരക്ക് ഇങ്ങനെ കുറഞ്ഞിരിക്കുമ്പോൾ ഒരു മാതൃദുരന്തമോ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണമോ ഉണ്ടായാലും അത് തലക്കെട്ട് വാർത്തയാകുന്നു. ടെലിവിഷൻ ചാനലുകൾ മത്സരിക്കുന്നു, പ്രൈം ടൈം ചർച്ചകൾ ആരംഭിക്കുന്നു, പോലീസ് കേസുകൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ വിവാദങ്ങൾ രൂപപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അധികാരത്തിലുള്ളവരെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ആയുധങ്ങളായും മാറുന്നു. നമുക്ക് വ്യക്തമായി പറയാം, ഓരോ ജീവനും അമൂല്യമാണ്. ഓരോ മാതൃദുരന്തവും നവജാത ശിശുവിൻ്റെ മരണവും വേദനാജനകം തന്നെയാണ്. ഒരു ഡോക്ടറും അതിനെ ലഘുവായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പ്രസവശാസ്ത്രം ഒരു പ്രത്യേക ശാഖയാണ്. എല്ലാ നിരീക്ഷണങ്ങളും കൃത്യമായി നടത്തിയിട്ടും സാധാരണ പോലെ തോന്നുന്ന പ്രസവം അപ്രതീക്ഷിതമായി ഗുരുതരാവസ്ഥയിലേക്ക് മാറാം. അമിത രക്തസ്രാവം, എംബോളിസം, അമ്നിയോട്ടിക് ദ്രവസംബന്ധമായ പ്രശ്നങ്ങൾ, ഭ്രൂണ വിഷമാവസ്ഥ ഇവ മിനിറ്റുകൾക്കകം ഉണ്ടാകാം. എല്ലാ അടിയന്തരാവസ്ഥകളും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയത്തില്ല. മികച്ച ചികിത്സ നൽകിയാലും എല്ലാ സങ്കീർണതകളും പൂർണ്ണമായി തിരുത്താനും ആവത്തില്ല. വളരെ അപൂർവമായി നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാലും ശസ്ത്രക്രിയക്കിടയിൽ ഉപകരണങ്ങളുടെ എണ്ണത്തിൽ പിഴവ് സംഭവിച്ചേക്കാം. അത്തരം സംഭവങ്ങൾ നീതിപൂർവം അന്വേഷിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും വേണമെന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഓരോ പ്രതികൂല ഫലത്തിനും പിന്നിൽ കുറ്റബോധമോ കുറ്റകൃത്യമോ ഉണ്ടെന്ന് കരുതുന്നത് ശാസ്ത്രീയമായും നീതിപൂർവമായും ശരിയല്ല. കേരളത്തിൽ വർഷം തോറും ഏകദേശം 3,00,000 മുകളിൽ പ്രസവങ്ങൾ. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വകാര്യ പ്രസവ ചികിത്സയെ അനേകം കുടുംബങ്ങൾക്ക് സാമ്പത്തികമായി ദുഷ്കരമാക്കി തീർത്തിരിക്കുകയാണ്. പരിസര പ്രദേശങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ പലതും പ്രസവ സേവനം നൽകുന്നുമില്ല. അതിന് ഫലമായി ദരിദ്രരും ഇടത്തരം വിഭാഗക്കാരും താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ തിരക്കേറുന്നു. ഈ സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ കുറവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, അതിയായ ജോലിഭാരം എന്നിവയിൽ പ്രവർത്തിക്കുന്നു. അത് ഏത് സർക്കാരായാലും അത് തന്നെയാണ് നടക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും അതിയായ ജലഭാരവും ഏത് സർക്കാർ ഭരിച്ചാലും ഉണ്ടാവും. സേവനദാതാക്കൾ പലപ്പോഴും സാധാരണ പരിധികൾക്കപ്പുറം അധ്വാനിക്കുകയാണ്. എന്നിരുന്നാലും ഒരു അപ്രതീക്ഷിത സംഭവം സംഭവിച്ചാൽ മുഴുവൻ ഭാരവും ഒരു ഒറ്റ ഡോക്ടറുടെ മേൽ പതിക്കുന്നു. അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ
മാതൃദുരന്ത നിരക്ക് ഏകദേശം സമാനമാണ്, 35ആണ്. അവിടെയും ലക്ഷക്കണക്കിന് പ്രസവങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കുന്നു. എന്നിരുന്നാലും മാധ്യമങ്ങളുടെ അതിരൂക്ഷ അവതരണവും ഏറ്റുമുട്ടലുകളും താരതമ്യേന കുറവാണെന്ന് കാണാം. ഇന്ന് കേരളത്തിൽ സേവനദാതാക്കളുടെ ആത്മവിശ്വാസം താഴ്ചയിലാണ്. യുവ ഡോക്ടർമാർ പ്രസവശാസ്ത്രത്തിലേക്ക് വരാൻ മടിക്കുന്നു. ഈ അന്തരീക്ഷം തുടരുകയാണെങ്കിൽ പ്രസവ വിദഗ്ധരുടെ കുറവ് ഉടൻ തന്നെ അനുഭവപ്പെടുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി അമ്മമാർക്കായിരിക്കും. അടിയന്തര പ്രസവ പരിചരണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പൊതുജനം മനസ്സിലാക്കാതെ ഉദ്ദേശപൂർവമായ അലംഭാവമോ തെറ്റായ പ്രവൃത്തിയോ തെളിയിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ മാത്രമേ നിയമം ഇടപെടാവൂ എന്ന സമീപനം സ്വീകരിക്കാതെ പോയാൽ പതിറ്റാണ്ടുകളായി അമ്മമാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെയാണ് നാം തകർക്കാൻ പോകുന്നത്. എനിക്ക് പ്രിയ സഹപ്രവർത്തകരോടും കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത് വിമർശനമല്ല. വർഷങ്ങളായുള്ള പ്രസവ വിദ്യാഭ്യാസ അനുഭവത്തിൽ നിന്നും നമ്മുടെ തൊഴിൽ മേഖലയോടുള്ള ആഴത്തുള്ള സ്നേഹത്തിൽ നിന്നും ഉദിച്ചു വരുന്ന ആശങ്കയാണ്. ഇന്ന് ഒരു മാതൃദുരന്തമോ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണമോ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തന്നെ പ്രതിഷേധം ഉയരുന്നു. അത് പുതുമയുള്ള സാഹചര്യമല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സർക്കാർ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചതിനെ തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫിനെ ആക്രമിച്ച സംഭവമുണ്ട്. മറ്റൊരു സമയത്ത് സിസേറിയൻ ശസ്ത്രക്രിയ വൈകിയെന്ന് ആരോപിച്ച് കുഞ്ഞ് മരിച്ചതിനെ തുടർന്ന് ധർണകളും കലാപങ്ങളും ഉണ്ടായി. പക്ഷെ അത് നോക്കിയത് വേറൊരു ഡോക്ടറായിരുന്നു. മാതൃദുരന്തങ്ങൾ എല്ലായിടത്തും വികാരങ്ങളെ ഉണർത്തുന്നതാണ്. പ്രസവശാസ്ത്രം ഒരു ശാസ്ത്രം മാത്രമല്ല, അത് നിർണയശക്തി, മുൻകരുതൽ, ക്ഷമ, രേഖപ്പെടുത്തൽ, ആശയവിനിമയം എന്നിവ ചേർന്നൊരു കലയും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ കേസിലും പരമാവധി ജാഗ്രത പാലിക്കാം. പ്രവേശന നിമിഷം മുതൽ വിശ്വാസം വളർത്താം. അപകട സാധ്യതകളും പുരോഗതിയും തുറന്നു പറയാം. രേഖപ്പെടുത്തൽ കൃത്യവും സമഗ്രവുമാക്കാം. പ്രതികൂല ഫലമുണ്ടായാലും സമയബന്ധിതവും ആത്മാർത്ഥവുമായ പരിചരണം നൽകിയെന്ന വിശ്വാസം ബന്ധുക്കൾക്ക് നൽകാം. ചില വിനീത നിർദ്ദേശങ്ങൾ. സാധാരണ പ്രസവം എന്ന് ഒന്നില്ല. ഏത് നിമിഷവും അപകട സാധ്യത ഉയരാം. പ്രസവ നിരീക്ഷണത്തിലും അടിയന്തര മാനേജ്മെൻറ്റിലും തുടർച്ചയായ പരിശീലനം അത്യാവശ്യമാണ്. പാർട്ടോഗ്രാമിൻ്റെ സർവ്വസാധാരണവും കൃത്യവുമായ ഉപയോഗം നിർണായകമാണ്. മെഡിക്കൽ പരിജ്ഞാനമില്ലാത്ത അന്വേഷണ സംഘങ്ങൾക്ക് പോലും അത് വ്യക്തമായ ഭാഷയിൽ സംസാരിക്കും. നൈതികതയിൽ ഉറച്ചു നിൽക്കുക. സർക്കാർ സേവനത്തിൻ്റെ മാനവും സുരക്ഷയും വിലമതിക്കുക. സംശയാസ്പദമായ ചുരുങ്ങിയ വഴികൾ ഒഴിവാക്കുക. നമ്മിൽ പലരും സേവനത്തിൽ ഒരു കളവും കൂടാതെ ഞങ്ങളിൽ പലരും ദശാബ്ദങ്ങളോളം സർക്കാർ പ്രസവ സേവനത്തിൽ ഒരു കളവും കൂടാതെ പ്രവർത്തിച്ചവരാണ്. സങ്കീർണതകൾ ഉണ്ടായിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മാർത്ഥ പരിചരണം, കൃത്യരേഖപ്പെടുത്തൽ, രോഗികളുടെ വിശ്വാസം എന്നിവ നിലനിന്നതിലാണ്. ഈ പാരമ്പര്യം നമുക്ക് സംരക്ഷിക്കാം. മാതൃപരിചരണം ഒരു പരിശുദ്ധ ദൗത്യമാണ്. പ്രസവമുറിയിലേക്ക് കടക്കുന്ന ഓരോ അമ്മയും സ്വന്തം ജീവനും കുഞ്ഞിൻ്റെ ജീവനും നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ആ വിശ്വാസത്തിന് നാം യോജിച്ചവരാകട്ടെ എന്ന് സ്നേഹപൂർവ്വവും ആശങ്കയോടുകൂടിയും ഒരു മുതിർന്ന സഹപ്രവർത്തകൻ.